വിക്രമാദിത്യൻ വീണ്ടും വേതാളത്തെ പിടിച്ചുകെട്ടി. വേതാളം കഥ പറഞ്ഞു തുടങ്ങി. ഉജ്ജയിനിയുടെ വടക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ദേവീ ക്ഷേത്രം. അങ്ങനെയിരിക്കെ ആ ക്ഷേത്രത്തിൽ ഉത്സവമെത്തി. ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കുട്ടികൾ മുതൽ പ്രായമായവർ വരെ പങ്കെടുക്കാനായി എത്തി. പങ്കെടുക്കാൻ എത്തിയവരുടെ കൂട്ടത്തിൽ അതിസുന്ദരിയായ ഒരു യുവതി ഉണ്ടായിരുന്നു. ഉത്സവം കാണാൻ വന്ന അമിത്രകേതു എന്ന യുവാവിന് അവളെ വല്ലാതെ ഇഷ്ടമായി. എങ്ങനെയെങ്കിലും ആ സുന്ദരിയെ വിവാഹം കഴിക്കണമെന്ന മോഹം അവനിൽ ഉടലെടുത്തു. ഇവളെ വിവാഹം ചെയ്യാൻ കഴിഞ്ഞാൽ ദേവിയുടെ മുന്നിൽ ഞാൻ എന്റെ തലയെറുത്ത് ബലിയർപ്പിക്കാമെന്ന് സത്യം ചെയ്ത അമിത്രകേതു ദേവീ സന്നിധിയിൽ പ്രാർത്ഥിച്ചു. അമിത്രകേതു അതിസുന്ദരിയായ ആ യുവതിയുടെ അച്ഛനെ കണ്ട് കാര്യമറിയിച്ചു. അങ്ങനെ എല്ലാവരുടെയും അനുഗ്രഹത്തോടെ രണ്ടുപേരുടെയും വിവാഹം നടന്നു. വിവാഹത്തിന് ശേഷം ഭാര്യ സഹോദരന്റെ ക്ഷണം സ്വീകരിച്ച് ഭാര്യയുടെയും ഭാര്യ സഹോദരന്റെയും ഒപ്പം ഭാര്യ വീട്ടിലേക്ക് വിരുന്നു പോവുകയായിരുന്നു അമിത്രകേതു. ഉജ്ജയിനിയിലെ ദേവീ ക്ഷേത്രത്തിന്റെ മുന്നിലൂടെയാണ് അവർ നടന്നു പോയത്. അപ്പോഴാണ് അവന് ദേവീ ക്ഷേത്ര സന്നിധിയിൽ താൻ പറഞ്ഞ വാക്കുകളെ പറ്റി ഓർമ്മ വരുന്നത്. ഒരാവേശത്തിന് പറഞ്ഞു പോയതാണ്, പക്ഷേ വാക്കു പാലിക്കാതിരിക്കുന്നത് എങ്ങനെയാണ്? അവൻ ആകെ ആശയക്കുഴപ്പത്തിലായി. അവൻ രണ്ടുപേരെയും ക്ഷേത്രത്തിന് പുറത്തു നിർത്തി ക്ഷേത്രത്തിനുള്ളിലേക്ക് പോയി. സമയം കടന്നുപോയി. ഏറെ നേരം കഴിഞ്ഞിട്ടും അമിത്രകേതുവിനെ കാണാതായപ്പോൾ ഭാര്യ സഹോദരൻ ക്ഷേത്രത്തിനുള്ളിൽ കയറി നോക്കാമെന്ന് തീരുമാനിച്ചു. ക്ഷേത്രത്തിനുള്ളിൽ കയറിയ അയാൾ കണ്ടത് തലയും ഉടലും വേർപെട്ട് കിടക്കുന്ന അമിത്രകേതുവിനെയാണ്. തന്റെ സഹോദരിയുടെ ഇനിയുള്ള ജീവിതത്തെ പറ്റി ഓർത്ത അയാൾ വാൾ ഉപയോഗിച്ച് സ്വന്തം തലയും വെട്ടി. രണ്ടുപേരെയും കാണാതായപ്പോൾ യുവതി ക്ഷേത്രത്തിനുള്ളിലേക്ക് അന്വേഷിച്ചു പോയി. അവൾ കണ്ടത് ചോരയിൽ കുളിച്ചു കിടക്കുന്ന ഭർത്താവിനെയും സഹോദരനെയുമാണ്. ഇനി എന്തിനാണ് താൻ ജീവിച്ചിരിക്കുന്നതെന്ന ചിന്തയിലായിരുന്ന അവൾ നിലത്തു കിടന്ന വാൾ സ്വന്തം ശരീരത്തിലേക്ക് കുത്തിയിറക്കാനായി ശ്രമിച്ചു. പെട്ടെന്ന് ദേവി അവൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു: നീ അരുതാത്തതൊന്നും ചെയ്യരുത്. നിന്റെ ഭർത്താവിനെയും സഹോദരനെയും ഞാൻ ജീവിപ്പിക്കാം. നീ അറ്റുവീണ തലകൾ അവരുടെ ശരീരത്തിൽ ചേർത്ത് വെച്ചാൽ മാത്രം മതി. ഇത് കേട്ട ഉടൻ തന്നെ അവൾ ദേവി പറഞ്ഞതുപോലെ ചെയ്തു. പക്ഷേ ഒരു തെറ്റുപറ്റി. ഭർത്താവിന്റെ തല സഹോദരന്റെ ശരീരത്തോടും സഹോദരന്റെ തല ഭർത്താവിന്റെ ശരീരത്തോടുമാണ് ചേർത്തത്. അവർക്ക് ജീവൻ തിരിച്ചു കിട്ടുകയും ചെയ്തു. അതുകൊണ്ട് വിക്രമാദിത്യ മഹാരാജാവെ, ഈ യുവതി ആരെ ഭർത്താവായി സ്വീകരിക്കണം? വേതാളം കഥ നിർത്തി ചോദിച്ചു. ശരീരത്തിലല്ല, കാര്യം ശിരസിലാണ്. ഏതൊരാളുടെ തലയാണോ അവളെ ഭാര്യയായി കാണുന്നത്, അയാളെ ഭർത്താവായി സ്വീകരിക്കട്ടെ. വിക്രമാദിത്യന്റെ മറുപടി കേട്ട ഉടൻ വേതാളം മുരിക്കുമരത്തിലേക്ക് പാഞ്ഞു.